പഹൽഗാമിന് പിന്നിൽ പാകിസ്ഥാനാണോ എന്ന് ചോദിക്കുന്നവർക്ക് തെളിവുക പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. പാകിസ്ഥാൻ ഇതിനു വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട്. സർക്കാർ ഇത് ഔദ്യോഗികമായി, അതായത് ഇന്ത്യൻ സർക്കാരോ സൈന്യമോ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്ന്, പുറത്തുവിട്ടിട്ടില്ല എന്ന് ആദ്യമേ പറയട്ടെ. പക്ഷെ അവർ പുറത്തുവിടും. അതിനു മുൻപ് ഞങ്ങൾ ഇതാ പറയുകയാണ്. ഇപ്പോൾ അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള മാക്സർ ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് സംബന്ധിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ പറയുന്നത്. അതായത് ഈ മാക്സർ ടെക്നോളജി എന്ന് പറയുന്ന കമ്പനി സാധാരണഗതിയിൽ ചെയ്യുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ എടുത്ത് മറ്റുള്ള രാജ്യങ്ങൾക്കോ ആവശ്യപ്പെടുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കോ യൂണിവേഴ്സിറ്റികൾക്കോ ഒക്കെ നൽകുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു മാക്സർ ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഒരു മെയിൽ വരുന്നു, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള റെസല്യൂഷൻ കൂടിയ ചിത്രങ്ങൾ വേണം. സ്വാഭാവികമാണ്, ചിത്രങ്ങൾ എടുക്കുമ്പോൾ റെസല്യൂഷൻ കൂടുതലും കുറവുണ്ടാകും. റെസല്യൂഷൻ കൂടിയ ചിത്രങ്ങളാകുമ്പോൾ നമുക്ക് അതിനകത്തുള്ള വ്യക്തത വളരെ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ പോയിന്റ് വരെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് എവിടെ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വേണം, ശരി, സ്വാഭാവികമാണ്. അപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ഏതാണ്ട് 3 മാസം അല്ലെ 1-2 മാസങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി 2-ാം തീയതിയാണ് ആദ്യമായിട്ട് ഓർഡർ വരുന്നത്. ഇതിനുശേഷം 22-ാം തീയതി വരെയുള്ള തീയതികളിൽ തുടർച്ചയായിട്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ഞങ്ങൾക്ക് റെസല്യൂഷൻ കൂടിയ പഹൽഗാമിലെ പൂഞ്ച് മേഖലയുടെ, രജൌരി മേഖലയുടെ ഒക്കെ ചിത്രങ്ങൾ വേണം. എന്തിനാണ് ഈ ചിത്രങ്ങൾ? അതൊന്നും പറയുന്നില്ല. ആവശ്യക്കാരൻ കാര്യങ്ങൾ ഉന്നയിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വേണമെന്ന് പറയുകയും മറുപടി ഒന്നും ഉണ്ടാകാതിരിക്കുമ്പോൾ വീണ്ടും പാകിസ്ഥാൻകാരനായ ഒരാൾ, അതായത് ഒബൈദുള്ള സെയ്ദ് എന്നാണ് ഇയാളുടെ പേര്, ഇയാളുടെ ഒരു BSI എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഒരു ഇടനില കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കമ്പനി ഇവരുമായിട്ട് നേരിട്ട് മുട്ടുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ഇത് എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടും, ഞങ്ങൾക്ക് അതിൻ്റെ പണം കിട്ടും, അപ്പോൾ നിങ്ങളത് എടുത്തു കൊടുക്കാൻ തയ്യാറാണോ? അപ്പം ഇവർ പ്രത്യേകിച്ചൊന്നും മറുപടി അറിയുന്നില്ല. അപ്പോൾ പറയുന്നു, ഒരു ചിത്രത്തിന് 3 ലക്ഷം രൂപ നൽകാം. സാധാരണഗതിയിൽ ഒരു ചിത്രത്തിന് ലഭിക്കുന്നതിനേക്കാൾ വലിയ എമൗണ്ട് വാഗ്ദാനം ചെയ്യപ്പെടുന്നു. അത്രയും പണം വാഗ്ദാനം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും അത് പാകിസ്ഥാനിൽ നിന്നായിരിക്കും. അപ്പോൾ പാകിസ്ഥാനിൽ ആരാണ് ഇത്രയും പണം ചെലവാക്കുന്നത്? എന്തിനാണ് ഇന്ത്യയിലെ കശ്മീർ മേഖലയുടെ ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇവർ വാങ്ങുന്നത്? അപ്പോൾ നമ്മൾ ഇയാളെക്കുറിച്ച് ചോദിക്കണം. ഈ ഒബൈദുള്ള സയ്യിദ് എന്ന് പറയുന്ന ആൾ, ഇയാൾ എന്ന് പറയുന്നത് നേരത്തെ അമേരിക്കയിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. എന്തിനാണെന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്ന് കമ്പ്യൂട്ടറുകളും മറ്റ് സിസ്റ്റംസുമൊക്കെ അനധികൃതമായിട്ട് പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ചില വ്യാജ ഇടപാടുകൾ ഇയാളുടെ പേരിലുണ്ട്. ഒപ്പം ഫെബ്രുവരി 2 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ 12 ആവശ്യങ്ങൾ, 12 മെയിലുകൾ ചെല്ലുന്നു, ഞങ്ങൾക്ക് ചിത്രം വേണമെന്ന്. അപ്പോൾ തുടർച്ചയായി ഈ ചിത്രങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാൻ്റെ ഒരു ആവശ്യമായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. ഇതിൽ ആരാണ് ഇത്രയും പണം മുടക്കുക? ഇപ്പോൾ 3 ലക്ഷം രൂപ വെച്ച് 12 ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ 36 ലക്ഷം രൂപയാണ്. ഇത്രയും പണം മുടക്കിയിട്ട് എന്തിനാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്? എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇവരത് ചിന്തിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഇന്ത്യൻ സർക്കാർ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ നമുക്ക് കൃത്യമായ ചില സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത വരുന്നത്. ഒരുപക്ഷെ ഇത് നാളെ തെറ്റായേക്കാം, അല്ലെങ്കിൽ ഇത് അങ്ങനെ അല്ലാന്ന് പറഞ്ഞ് നിഷേധിച്ചേക്കാം. എങ്കിലും പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് വാർത്തകൾ നൽകുക എന്നത് മാധ്യമ പ്രവർത്തകരുടെ ധർമ്മമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാനാണെന്ന് വ്യക്തമാവുകയല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന് കൃത്യമായി ഇന്ത്യക്ക് അറിയാം എന്നതുകൊണ്ടാണ് ഇന്ത്യ നയതന്ത്രപരമായ പ്രകാരം ആദ്യം തന്നെ പാകിസ്ഥാന് നൽകിയത്. തെളിവ് ചോദിക്കുന്നവർക്ക് അത് തന്നെ മതി തെളിവിന്. ഇന്ത്യ വെള്ളം നൽകില്ല. ഇന്ത്യ സാധാരണ ജനങ്ങളെ, ഒരു രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. അങ്ങനെ ബുദ്ധിമുട്ടിക്കണമെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങൾക്ക് അത്രയും നോവ് അനുഭവിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഇന്ത്യ പറഞ്ഞത്, ഇനി സിന്ധു നദീജല കരാർ താൽക്കാലികമായി ഞങ്ങൾ റദ്ദാക്കുന്നു, വാഗ അട്ടാരി അതിർത്തി ഞങ്ങൾ അടയ്ക്കുന്നു, ഇവിടെയുള്ള പാകിസ്ഥാനികളെല്ലാം തിരിച്ചു പോകണം എന്ന് ഇന്ത്യ കർശനമായ നിലപാടെടുക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇന്ത്യക്ക് അറിയാം പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്ത കുറെ എണ്ണം പാകിസ്ഥാനെ സഹായിച്ചു. അതിന്റെ കൂടി ഫലമാണ് പഹൽഗാമിൽ നമ്മൾ കണ്ട 26 പേരുടെ നിരപരാധികളുടെ ജീവൻ എന്ന് പറയുന്നത്. ഇവിടെ പാകിസ്ഥാനിലെ ആറ്റോമിക് എനർജി അവർക്ക് വേണ്ടി എനർജി കമ്മീഷനാണ് ഈ ചിത്രങ്ങൾ കൈമാറിയത് എന്നാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. നേരത്തെ അമേരിക്കയിൽ നിന്ന് മോഷ്ടിച്ച കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങളും അടക്കം ഇയാൾ കയറ്റി അയച്ചതും ഈ പാകിസ്ഥാനിലെ ഓട്ടോമിക് എനർജി കമ്മീഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനാണ് ഈ പാകിസ്ഥാൻ ഓട്ടോമാറ്റിക് എനർജി കമ്മീഷന് ഇന്ത്യയിലെ ചിത്രങ്ങൾ എന്തിനാണ്? ഇന്ത്യയിലെ ഉപഗ്രഹ ചിത്രങ്ങൾ എന്തിനാണ്? പഹൽഗാമിലെ ചിത്രങ്ങൾ എന്തിനാണ്? ഇന്ത്യൻ അതിർത്തികളിലെ ചിത്രങ്ങൾ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം വരും. ഈ BSI എന്ന് പറയുന്നത് ISIയുമായി ബന്ധമുള്ള ഒരു കമ്പനിയാണ് എന്ന് പറയുന്നു. ഈ മാക്സർ ടെക്നോളജി അവർ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് ഈ കമ്പനിയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതും പിന്നീട് ഈ കമ്പനി ഇവരുടെ പാർട്ട്നേഴ്സ് ആയിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ
ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇവർ പാർട്ട്നേഴ്സ് ആ രീതിയിൽ നിന്ന് ഇവർ പിന്മാറി എന്നാണ് പറയുന്നത്. കാരണം പിടിക്കപ്പെടുമെന്നുള്ള ഉറപ്പ്. മാത്രമല്ല ഈ BSIയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നയാൾ അമേരിക്കൻ ഫെഡറൽ കോടതിയിൽ 1 വർഷത്തോളം അമേരിക്ക തന്നെ ശിക്ഷിച്ച ഒരു പ്രതിയും കൂടിയാണ്. അപ്പോ ഈ പാകിസ്ഥാനുമായി അടുത്ത ബന്ധമുള്ള ഈ പ്രതി എന്തിനാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ 3 ലക്ഷം രൂപ കൊടുത്ത്, ഒന്നും രണ്ട് പൈസയല്ല, 3 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങണമെങ്കിൽ അതിന്റെ പിന്നിൽ കുറച്ച് നാളുകളായി അതിശക്തമായ പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പണ്ട് BSF ജവാന്മാരെ പാകിസ്ഥാൻ പിന്നെ എന്താ പറയാ അതിക്രൂരമായി നമ്മുടെ ജവാന്മാരോട് പെരുമാറിയപ്പോൾ അന്ന് ഇവിടെയുള്ള പ്രതിപക്ഷം അടക്കം പറഞ്ഞത് രാഷ്ട്രീയത്തിന് വേണ്ടി ഇന്ത്യൻ സർക്കാർ അത് ചെയ്തതാണെന്ന്. അന്ന് സർക്കാരിനെതിരെ വലിയ രൂക്ഷമായ വിമർശനം വന്നു. പിന്നീട് പാകിസ്ഥാൻ തന്നെ പറഞ്ഞു ഞങ്ങളാണ് അത് ചെയ്തതെന്ന്. ഈ പറഞ്ഞ ഈ കുറച്ച് നായകളൊക്കെ പിന്നീട് അത് മാറ്റി പറയാൻ തയ്യാറായോ? ഇല്ല. ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം ഇത് ചെയ്തത് ആരാണ് എന്നുള്ളതും. ഇനി അടുത്ത ചോദ്യം ഇത് വരുമ്പോൾ ആ ഭീകരർ എവിടെ? ഭീകരർ ചിലപ്പോൾ സൈന്യത്തിന്റെ കൈ കാണും, അവന്മാർ ജീവനോടെ ഉണ്ടോ എന്ന് ആർക്കറിയാം. അതുകൊണ്ട് ആ കാര്യം സർക്കാർ സ്ഥിരീകരിക്കുന്നവരെ നിങ്ങൾക്കൊന്ന് സമാധാനപ്പെടൂ, അതുവരെ സർക്കാർ സ്ഥിരീകരിക്കട്ടെ. ഇപ്പോൾ ബിസിനസ് സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ കമ്പനി, അതാണ് ഈ ഒബൈദുള്ള സെയ്ദിന്റെ കമ്പനി. ഇയാളാണ് ഇടനില നിന്നതെന്നും മാത്രമല്ല ഈ മാക്സർ ടെക്നോളജിയുടെ ഒരു പാർട്ണറാണ് ഇവരെന്നുമാണ് നേരത്തെ വെബ്സൈറ്റിൽ ഉൾപ്പെടെ വന്നത്. പക്ഷേ പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് തുടർച്ചയായിട്ട് ഈ പറയുന്ന BSI എന്ന് പറയുന്ന കമ്പനി എന്തിനാണ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തെന്നുള്ള സംശയം ഇവർക്ക് വന്നത്. അതോടുകൂടി ഞങ്ങളും ഇവരും തമ്മിൽ ബന്ധമില്ല എന്ന് ഈ മാക്സർ ടെക്നോളജി നിലപാട് എടുത്തിരിക്കുകയാണ്. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിനകത്ത് എന്തോ ദുരൂഹതയുണ്ട്. മാത്രമല്ല ഹൈ റെസൊല്യൂഷനുള്ള ഫോട്ടോയ്ക്ക് 3 ലക്ഷം രൂപ നൽകുക എന്ന് പറയുന്നത് ദുരൂഹത ഉളവാക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഒരാൾ 5-6 ചിത്രങ്ങളൊക്കെയാണ് സാധാരണ ഇതിൽ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടത്, യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ബിസിനസ് സ്ഥാപനം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനുള്ളതായിക്കോട്ടെ, ഇവിടെ 12 ചിത്രങ്ങൾ വരെ ആവശ്യപ്പെടുന്നു. എന്നിട്ട് തുടർച്ചയായി മെയിലുകൾ അയക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും പണം മുടക്കാൻ പാകിസ്ഥാനിൽ നിന്ന് ആരാണുള്ളത്? അപ്പോൾ ഈ ഉബൈദുള്ള എന്ന് പറയുന്ന ആൾക്ക് നേരത്തെ അമേരിക്കൻ കോടതി, ഫെഡറൽ കോടതിയാണ് ശിക്ഷിച്ചത്. ഫോട്ടോയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതെ, ആ കോടതി ശിക്ഷിച്ച ഒരാളാണ് ഇതിന്റെ ഇടനില നിൽക്കുന്നത്. ഇപ്പൊ ഇയാളോട്ട് ബന്ധമില്ലെന്ന് പറയുന്നു. അപ്പോൾ പണം മുടക്കാൻ പാകിസ്ഥാനിൽ ആരാണ് തയ്യാറാകുന്നത്? നമുക്കറിയാലോ, പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും സമ്പന്നരായ വിഭാഗം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആർമിയാണ്. കിട്ടുന്ന പണം മുഴുവൻ തന്നെ അവിടുത്തെ ഭരണകൂടത്തിൽ നിന്ന് ആർമി അഴിമതിയിലൂടെ അടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി അവിടുത്തെ ഭരണകൂടത്തിനും പങ്കുണ്ട്. ഇനി അതുകൂടാതെ ലഷ്കർ-ഇ-തൊയ്ബ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകൾക്ക് ചെലവും കൊടുക്കുന്നു. അവരെ റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളാക്കുന്നു, പരിശീലനം കൊടുക്കുന്നു, അവർക്ക് താമസിക്കാനുള്ള ഭക്ഷണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. ഇതിന് പിന്നിൽ സ്പോൺസേഴ്സായിട്ട് മറ്റ് ചില ഇസ്ലാമിക കൺട്രീസ്, ഇസ്ലാമിക രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ വേണമെങ്കിൽ പണം മുടക്കാമല്ലോ. അപ്പോൾ പഹൽഗാം ആക്രമണം അവിടെ നടത്തണമെന്ന് എത്രയോ കാലം മുമ്പേ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ JD വാൻസ് എന്ന് പറയുന്ന അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ വരുന്നത് എത്രയോ കാലം മുമ്പ് പ്ലാൻ ചെയ്യുന്നതാണ്. ഈ പ്ലാനിനനുസരിച്ച് നമ്മൾ പഹൽഗാമിൽ അറ്റാക്ക് നടത്തുന്നു എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ശ്രദ്ധ JD വാൻസിൻ്റെ ഇന്ത്യൻ സന്ദർശനത്തിലേക്ക് വരുമ്പോൾ അവിടെ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലമാണെന്ന് വരുത്തി തീർക്കേണ്ടത് പാകിസ്ഥാൻ്റെ ആവശ്യമാണ്. പാകിസ്ഥാനെ കൊണ്ട് ഈ ചുടുചോറ് വാരിക്കുന്നതിന് പിന്നിൽ മറ്റു ചില രാജ്യങ്ങളുണ്ടെന്ന് പറയാനും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ ഔദ്യോഗികമായി പറയേണ്ടത് ഇന്ത്യൻ ഭരണകൂടമാണ്. ഈ പഹൽഗാം ആക്രമണം ഉണ്ടാവുകയും നമ്മൾ തിരിച്ചടി നൽകുകയൊക്കെ ചെയ്തു വന്നപ്പോഴും ഒരിക്കൽ പോലും ഇന്ത്യയിൽ നിന്ന് ഒരു ഭരണാധികാരി പോലും, ഒരു മന്ത്രിമാർ പോലും യാതൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. ആദ്യമായി ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതായത് നമ്മുടെ സഹോദരിമാർക്ക് അവരുടെ ഭർത്താവിനെ, സഹോദരനെ അല്ലെങ്കിൽ അച്ഛനെയൊക്കെ നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായി അതിന് ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും. രക്തം പുരണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറഞ്ഞിരിക്കും. തീവ്രവാദികളെ അവരുടെ മടയിൽ പോയി ഞങ്ങൾ തീർത്തു കളയും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിന് കൃത്യമായ മറുപടി നൽകി. പക്ഷേ പാകിസ്ഥാനിലോ ഓരോ ഘട്ടത്തിലും പറയുന്നു ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ആക്രമണത്തിന് ശ്രമിച്ചാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും, ഞങ്ങളെ കൊന്നുകളയും, ഞങ്ങൾ അങ്ങനെ ചെയ്തു കളയും. ഇങ്ങനെ ആരെ പറഞ്ഞു? പാക് ആർമിയുടെ തലപ്പത്തുള്ളവർ, പാകിസ്ഥാനിലെ മന്ത്രിമാർ, പ്രധാനമന്ത്രി, സൈന്യാധിപൻ, എന്തിന് ഒരച്ചടക്കവും ഇല്ലാതെ പ്രതിരോധ മന്ത്രി വരെ പറഞ്ഞു ഞങ്ങൾ ഭീകരവാദം നടത്തിയിട്ടുണ്ടെന്ന്. അങ്ങനെ നിൽക്കുന്ന രാജ്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ വളരെ കൃത്യമായ സ്റ്റെപ്പ് വെച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ധന്യ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 6 പേരുണ്ടെങ്കിൽ അവർ എവിടെ? അവർ വനാന്തർ ഭാഗത്താണ്. 25 കിലോമീറ്റർ ചുറ്റളവിലുള്ള വനത്തിനുള്ളിൽ ഇന്ത്യൻ സൈന്യത്തിന് കടന്നു ചെല്ലാൻ കഴിയില്ലേ? അവിടേക്ക് ആക്രമണം നടത്തിയോ അല്ലാതെ ഇവരെ പിടികൂടാൻ കഴിയില്ലേ? വലിയ സംശയം.
വിഷയമാണ്. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് രാജ്യമാണ്, അല്ലെ? രാജ്യത്തിന് പല കാര്യങ്ങളിലും ചിലത് ഒളിച്ചു വെക്കാനും ചിലത് പരസ്യമായി പറയേണ്ടതുണ്ട്. കാരണം ആക്രമണം നടത്തി 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് വനിതകളായിട്ടുള്ള സൈനിക തലവന്മാർ, അല്ലെ, സൈനിക ഉദ്യോഗസ്ഥ വന്ന് മറുപടി പറയുന്നത്, അല്ലെങ്കിൽ ഈ കാര്യം വിവരിക്കുന്നത്. ഇതുപോലെ ഈ ഭീകരരെ പിടിച്ചിട്ടുണ്ടോ, അവരുമായിട്ടുള്ള അടുത്ത നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ രാഷ്ട്രം പറയും. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യണം, അല്ല തിരക്ക് കൂട്ടിയിട്ട് എന്താ കാര്യം? പിന്നെ ഇതൊക്കെ നിസ്സാര കാര്യമാണോ? 6 ഭീകരർ വന്നു, നമ്മൾ അപ്പൊ തന്നെ ഭീകരരെ പുറകെ പോയി ചിലപ്പോൾ പിടിച്ചു കാണും. ഇന്ത്യൻ സൈന്യമാണ്, നമ്മുടെ ചുണക്കുട്ടികളാണ് അവരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അവരാണ് നമ്മുടെ ജീവനും ജീവിതവും എല്ലാം അവരാണ്, നമുക്ക് വേണ്ടി ജീവിക്കുന്നത് അവരാണ്. അപ്പോൾ പിന്നെ അവർ ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ഇന്ത്യയുടെ കയ്യിലുണ്ടാകും, ഇന്ത്യ അത് രഹസ്യമായി വച്ചിരിക്കുന്നതാകും, ചിലപ്പോൾ പുറത്ത് വിടാത്തതാകും, ചിലപ്പോൾ പിടിച്ചിട്ടില്ലായിരിക്കും. അതൊക്കെ ഇന്ത്യയുടെ കാര്യമാണ്. നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ഇവിടെ ഇന്ത്യക്കെതിരെ നീക്കം നടത്തിയ ഭീകരർ വനാന്തരങ്ങളിൽ ഒളിച്ചു കഴിയുന്നു, ഇപ്പോഴും അവർ സുരക്ഷിതത്തോടെ ഇപ്പോഴും പാകിസ്ഥാനിൽ അന്നമുണ്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ അത് വിശ്വസിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള തലയ്ക്കകത്ത് ആള് താമസം ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ ആയിരിക്കണം. ആള് താമസമുള്ള ആരും അത് വിശ്വസിക്കില്ല. അതെന്താണ് ചെയ്തതെന്ന് ഇന്ത്യൻ സർക്കാർ നന്നായിട്ടറിയാം, ഇന്ത്യൻ സൈന്യത്തിന് നന്നായിട്ടറിയാം. അവര് പുറത്തുവിടട്ടെ, അതുവരെ സസ്പെൻസ് ആയിരിക്കും. നമുക്കിപ്പോൾ പറയുന്നത് ഈ മാക്സർ ടെക്നോളജിയും BSMIയും തമ്മിലുള്ള ബന്ധമുണ്ടായിരുന്നു, ഇപ്പൊ ഈ ബന്ധമില്ലെന്ന് വരുത്തി തീർക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഔദ്യോഗികമായി സർക്കാർ ഇത് പുറത്തുവിടുന്നവരെ നമ്മളും ഇത് ഔദ്യോഗികം എന്ന് പറയുന്നില്ലെങ്കിലും കൃത്യമായ സൂചനകളുണ്ട്. പാകിസ്ഥാനിൽ നിന്നാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്, പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നിൽ. മാത്രമല്ല ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ ആവശ്യപ്പെട്ട് വന്ന മെയിലിന്റെ അടക്കം തെളിവുകൾ നമ്മൾ ഇതിനോടൊപ്പം ഹാജരാക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്ത്യ അല്ലെങ്കിൽ രാജ്യത്തിന്റെ തലവന്മാർ ഔദ്യോഗികമായിട്ട് ഇത് പ്രഖ്യാപിക്കുമായിരിക്കും, അത് പുറത്തുവിടുമായിരിക്കും. അതിനു മുമ്പ് മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് അത് പാകിസ്ഥാൻ തന്നെയാണ്. നിങ്ങൾ നന്നായി കരഞ്ഞോളൂ പാകിസ്ഥാൻ സ്നേഹികളെ, അത് പാകിസ്ഥാൻ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.